ഒരു സമയത്ത് പറയാം, അതായത് ഇപ്പോഴത്തെ ഒരു കുട്ടികൾ അവരിപ്പം ഒരു കിൻഡർ ഗാർട്ടൻ അല്ലെങ്കിൽ LKG പോകുന്നത് വരെ അവര് ഈ യൂട്യൂബിലായിട്ടും പലതരം വീഡിയോസ് ആണ് ഇവർ കാണുന്നത്. അപ്പൊ നമ്മള് കുട്ടികളെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറെ നല്ല കളർഫുൾ ആയിട്ട് ഇപ്പൊ ബ്ലിപ്പി എന്നൊക്കെ പോലുള്ള ചാനലുകളുണ്ട്. അപ്പൊ അതിലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര കളർഫുൾ ആണ്. ഇതൊക്കെ ഇതിനകത്ത് ഈ എന്താ പറയാ വിഷ്വൽസും ഈ വീഡിയോസും ഒക്കെ കണ്ടിട്ട് കുട്ടികൾ നേരെ ചെല്ലുമ്പോൾ നോർമൽ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി അവിടെ ഇപ്പോഴും എന്താണ് മെമ്മറി ടെസ്റ്റ് നടക്കുന്നത്. കുട്ടികളുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന രീതിയാണെങ്കിലും ബുക്കാണെങ്കിലും ക്ലാസ് റൂം ഒക്കെ ആണെങ്കിലും ഒരു കളർലെസ് വേൾഡിലേക്ക്. അപ്പം കുട്ടികൾക്ക് അവിടെ ഇരിക്കാൻ മടി, അത് അതിലും രസമായിട്ടുള്ള സാധനങ്ങളാണ് ഇവർ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതില് ഇങ്ങനെ വരുമ്പോ അത് കുട്ടികളെ എഫക്ട് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഒരു സംഗതി. പറഞ്ഞാല് അത്ര ആപ്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ അത്ര അപ്ഡേറ്റ് അല്ലാത്ത ടീച്ചേഴ്സ്, കുറച്ച് പാരന്റ്സിനെങ്കിലും കുറച്ച് സംഗതി ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അത് കിട്ടും. പക്ഷെ പാരന്റ്സും അതുപോലെ ടീച്ചേഴ്സും ഒക്കെ അത്ര അപ്ഡേറ്റ് അല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അത് കുട്ടികളെ ബാധിക്കൂലേ. കാരണം ഈ കുട്ടികൾ വേറെ ഏതോ കാലത്ത് ഒരു 10-20 വർഷം കഴിഞ്ഞ് വരേണ്ട ഈ കുട്ടികളാണ്. നമുക്ക് ആ കാലത്ത് സർവൈവ് ചെയ്യാൻ എന്ത് ചെയ്യാം, ഈ കുട്ടികൾക്ക് ഇപ്പൊ കിടക്കുന്ന ടീച്ചേഴ്സ് അത്ര അപ്ഡേറ്റ് അല്ലെങ്കിൽ അവരെ ബാധിക്കുമെന്ന് പലപ്പോഴും അല്ലേ, ശരിക്കും എന്തായാലും ബാധിക്കുമല്ലോ. അത് ഒന്നാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറെ സ്കില്ലുകളിലാക്കി, അതായത് എങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്യുന്നത്. ഈ കാലത്ത് ജീവിക്കാൻ കുട്ടികൾക്ക് വേണ്ട, ഇപ്പൊ കുട്ടികൾക്ക് ഡിവൈസ് സ്പീഡിൽ എന്ത് ചെയ്യും അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എന്തല്ല ടെക്നോളജി അവർ പഠിക്കും, പക്ഷെ അതിന്റെ കോൺസിക്വൻസസ് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് അവർക്ക് കിട്ടൂല. അത് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ ശരിക്കും പാരന്റ്സും ടീച്ചേഴ്സും ആണ്. അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം ഈ വേൾഡ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം എന്നുള്ളത്.